ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബുക്കിന്റെ സ്റ്റൈലും സൈസൊക്കെ മാറ്റുന്നത്, പിന്നെ എങ്ങനെയാണ് സ്ട്രൈക്ക് ത്രൂ അല്ലേ, നമ്മളെങ്ങനെ തെറ്റായിട്ട് എഴുതിയിട്ടെങ്കിൽ അതിനെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക, അതൊക്കെ പഠിച്ചു അല്ലേ. ഇനി നമ്മൾക്ക് പോകുന്നത് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ്. എന്താണ് സബ്സ്ക്രിപ്റ്റ്, എന്താണ് സൂപ്പർസ്ക്രിപ്റ്റ്? എ സിമ്പിൾ character or text that appears slightly below the line is called subscript. അപ്പോൾ എന്താ പറയാ? എ സിമ്പിൾ എന്തെങ്കിലും ഒരു അടയാളമോ character or text that appears slightly below the line, ലൈനിന്റെ താഴെയായിട്ട് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? എന്തെങ്കിലും ഒരു സിമ്പിൾ, എന്തെങ്കിലും ക്യാരക്ടർ അത് ടെക്സ്റ്റിൽ നമുക്ക് അതിലൂടെ കാണുകയാണെങ്കിൽ, എവിടെ കാണുന്നു? ബിലോ ദ ലൈൻ, ലൈനിന്റെ താഴെയായിട്ട് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. എ സിമ്പിൾ character or text that appears slightly above the line is called superscript. ഇനി നമ്മൾ ഈ അടയാളം ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും അത് ടെക്സ്റ്റിൽ above the line, ലൈനിന്റെ മേലെ കാണുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ലൈനിന്റെ താഴെയാണെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നും ലൈനിന്റെ മേലെയാണെങ്കിൽ സൂപ്പർസ്ക്രിപ്റ്റ് എന്നും പറയുന്നു. സെലക്ട് ദ ടെക്സ്റ്റ് വി വാണ്ട് സബ്സ്ക്രിപ്റ്റ് ഓർ സൂപ്പർസ്ക്രിപ്റ്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദ അപ്രോപ്രിയേറ്റ് ബട്ടൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടെക്സ്റ്റ് നമ്മൾ എടുക്കുക, പിന്നെന്താണ് സബ്സ്ക്രിപ്റ്റ് ആണോ സൂപ്പർസ്ക്രിപ്റ്റ് ആണോ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. അത് അപ്രോപ്രിയേറ്റ്, അതിനായിട്ടുള്ള തനിയെ ബട്ടൺ ഉണ്ട്. സബ്സ്ക്രിപ്റ്റിന് വേറെ സൂപ്പർസ്ക്രിപ്റ്റിന് വേറെ ബട്ടൺ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ താഴെയാണെങ്കിൽ, ആ ലൈനിന്റെ താഴെയാണെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു, ലൈനിന്റെ മേലെയാണെങ്കിൽ സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. ചേഞ്ച് കേസ്. The letters that we see on the keyboard are all capital letters. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിൽ കാണുന്ന എല്ലാ ലെറ്റേഴ്സും എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. These letters are also called upper case letters എന്ന് പറയുന്നു. അതിനെ നമ്മൾ എന്താ പറയാ? അപ്പർ കേസ് ലെറ്റേഴ്സ്. നമ്മൾ കീബോർഡിൽ കാണുന്ന എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്, 26 ആൽഫബറ്റ്സ് അതിൽ കാണുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ആ ലെറ്റേഴ്സിന് എന്ത് പറയുന്നു? സൂപ്പർ കേസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നു. സ്മോൾ ലെറ്റേഴ്സ് ആർ കോൾഡ് ലോവർ കേസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ലെറ്റേഴ്സിന് അപ്പർ കേസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നു, സ്മോൾ ലെറ്റേഴ്സിന് ലോവർ കേസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നു. ഫോർ ചേഞ്ചിങ് ദ കേസ് ഓഫ് ദ ടെക്സ്റ്റ്, സെലക്ട് ദ ടെക്സ്റ്റ് ആൻഡ് ദെൻ സെലക്ട് ദ റിക്വയർഡ് കേസ്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഈ കേസ് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ടു ചേഞ്ച് ദ കേസ് ഓഫ് ദ ടെക്സ്റ്റ്, സെലക്ട് ദ ടെക്സ്റ്റ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. റിക്വയർഡ് കേസ്, ഇനി നമുക്ക് എന്താണ് ആവശ്യം അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഏതാണ്? അപ്പർ കേസ് ആണെങ്കിൽ അപ്പർ കേസ്, ലോവർ കേസ് ആണെങ്കിൽ ലോവർ കേസ്. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെയാണ് നമ്മൾ അപ്പർ കേസ് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ലോവർ കേസ് എന്ന് പറയുന്നു. ഇനി അപ്പർ കേസ്, ലോവർ കേസ്, അതാണ് ഏതാണോ നമ്മൾക്ക് വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അടുത്ത ടെക്സ്റ്റ് ഹൈലൈറ്റ് ആൻഡ് ഫോണ്ട് കളർ. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ, ഹൈലൈറ്റിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടു മേക്ക് ദ ടെക്സ്റ്റ് സ്റ്റാൻഡ് ഔട്ട് ബൈ ഡിസ്പ്ലേയിങ് ഇറ്റ് അനദർ കളർ ഈസ് കോൾഡ് ഹൈലൈറ്റിംഗ്. ടു മേക്ക് ദ ടെക്സ്റ്റ് സ്റ്റാൻഡ് ഔട്ട് ബൈ ഡിസ്പ്ലേയിങ് ഇറ്റ് അനദർ കളർ. ഇനി ടെക്സ്റ്റിന്റെ കളേഴ്സ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയണം? ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. കളർ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ഹൈലൈറ്റിംഗ്. സെലക്ടഡ് ടെക്സ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഹൈലൈറ്റിംഗ്. നമ്മളിങ്ങനെ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുന്ന രീതിനെ തന്നെ എന്താ പറയുന്നത്? ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നു. ഇനി ഹൈലൈറ്റിംഗ് മീൻസ് എന്താ? എനി വേർഡ് ഇൻ ദ ഡോക്യുമെന്റ് can be given a font color, basic color as well as more colors can be used to select the color for the text. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുക പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനി വേർഡ് ഇൻ ദ ഡോക്യുമെന്റ് can be given a font color.
എന്താണ്, ഒരു കളറിലാണ് നമുക്ക് ഒരു ഡോക്യുമെന്റിൽ നമുക്ക് ഏതെങ്കിലും എന്ന വേർഡ് ഒരു കളറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ബേസിക് കളർ ആസ് വെൽ ആസ് മോർ കളേഴ്സ് ക്യാൻ ബി യൂസ് ടു സെലക്ട് ദ കളർ ഫോർ ദ ടെക്സ്റ്റ്. നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള കളറോ അതിൽ കൂടുതലായിട്ടുള്ള കളറോ എന്ത് വേണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റിന് ഉപയോഗിക്കാം. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളേഴ്സ് മാറ്റി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഗ്രോ ആൻഡ് ഷ്രിങ്ക് ഫോണ്ട്. These are used to increase and decrease the size of the selected text. Grow and shrink. മനസ്സിലായേ? ഗ്രോ എന്നവരും shrink എന്ന് പറയുന്നതും എന്താണെന്ന് പറഞ്ഞാൽ these are used to increase and decrease. കൂട്ടാനും കുറയ്ക്കാനും. ഇൻക്രീസ് ചെയ്യുക പറഞ്ഞാൽ കൂട്ടുക, ഡിക്രീസ് ചെയ്യുക പറഞ്ഞാൽ കുറയ്ക്കുക. സൈസ് ഓഫ് ദ സെലക്ടഡ് ടെക്സ്റ്റ്. നമ്മളിപ്പോൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിനെ കൂട്ടാനോ കുറയ്ക്കുകയാണോ ചെയ്യണമെങ്കിൽ, ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്യണം, സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, കൂട്ടണമെങ്കിൽ, സൈസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോ ആൻഡ് ഷ്രിങ്ക് ഫോണ്ട് ഉപയോഗിക്കുന്നു. എ സ്മോൾ ആരോ ക്യാൻ ബി സീൻ അറ്റ് ദ ബോട്ടം റൈറ്റ് കോർണർ ഓഫ് ദ ഫോണ്ട് ഗ്രൂപ്പ് ബോക്സ്. എന്ത് കാണും, ഒരു ആരോ മാർക്ക് കാണും. സ്മോൾ ആയിട്ടുള്ള ഒരു ആരോ സീൻ അറ്റ് ദ ബോട്ടം റൈറ്റ് കോർണർ. ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ, റൈറ്റ് കോർണർ ആയിട്ട്. മനസ്സിലായോ? വലതുവശത്തിന്റെ ഏറ്റവും കോർണർ ആയിട്ട് എന്ത് ചെയ്യണം, സ്മോൾ ആരോ കാണും. ദിസ് ഈസ് എ ഡയലോഗ് ബോക്സ് ലോഞ്ചർ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ എന്താണ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന്. When we click on the dialog box launcher, a font dialog box appears. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഡയലോഗ് ബോക്സ് ലോഞ്ചറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡയലോഗ് ബോക്സ് ലോഞ്ചറിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ എന്താണ് അപ്പിയർ ചെയ്യുന്നത്, ഡയലോഗ് ബോക്സ് ലോഞ്ചറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എ ഫോണ്ട് ഡയലോഗ് ബോക്സ് അപ്പിയർ, ഒരു ഡയലോഗ് ബോക്സ് തന്നെ കാണാൻ സാധിക്കുന്നു. ദ ഓപ്ഷൻ ദാറ്റ് വി സീ ഇൻ ദ റിബൺ കാൻ ഓൾസോ സീൻ ഇൻ ദ ഡയലോഗ് ബോക്സ്. അപ്പം നമുക്ക് അതിലൂടെ പല ഓപ്ഷൻസും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അഡീഷണൽ ഇഫക്ട്സ് ഫോർ ദ ടെക്സ്റ്റ് കാൻ ഓൾസോ ബി സീൻ. ഇനിയിപ്പോൾ എന്തെങ്കിലും അഡീഷൻ ആയിട്ട് നമ്മളതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയലോഗ് ബോക്സിൽ ഡയലോഗ് ബോക്സ് എടുത്തിട്ട് അതിലെന്ത് ചെയ്യണം, നമ്മൾക്ക് എന്താണോ അതിൽ ഓപ്ഷൻ വരും അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൂട്ടുക കുറയ്ക്കുക എന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. അതാണ് ഗ്രോ ആൻഡ് ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണം, കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അതൊക്കെ നമ്മൾ ഏതിലൂടെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രോ ആൻഡ് ഷ്രിങ്ക് ഫോണ്ട് ആണ്. അത് ഏതെടുക്കണം എന്ന് പറഞ്ഞാൽ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എടുത്തിട്ട് ഓപ്ഷൻ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ സേവിങ് എ ഡോക്യുമെന്റ്. എന്താണ് ഈ സേവിങ് എ ഡോക്യുമെന്റ്? ടു സേവ് എ ഫയൽ ദ സ്റ്റെപ്സ് ആർ ആസ് ഫോളോസ്. ഒരു ഫയലിനെ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉപയോഗിക്കേണ്ടത്? സേവിങ് എ ഡോക്യുമെന്റ് പറഞ്ഞാൽ സേവ് ചെയ്ത് നിർത്തുക അല്ലേ. നമ്മൾ ആ ഡോക്യുമെന്റിനെ നിലനിർത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ സ്റ്റെപ്പ് 1, ക്ലിക്ക് ദ ഓഫീസ് ബട്ടൺ. ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം, ക്ലിക്ക് ദ ഓഫീസ് ബട്ടൺ. ക്ലിക്ക് ദ സേവ് ഓപ്ഷൻ ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ മെനു. അപ്പൊ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് വൺ ഓഫീസ് ബട്ടണിൽ അമർത്തുക, പിന്നെ സേവ് ഓപ്ഷനിൽ അമർത്തുക, പിന്നെ എന്താണ് ദ ഡ്രോപ്പ് ഡൗൺ മെനു. എവിടെ നിന്ന് എടുക്കേണ്ടത്, ഓപ്ഷൻ ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ മെനു. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബട്ടൺസ് എടുക്കുക. ഓഫീസ് ബട്ടൺ ആദ്യം, സേവ് ബട്ടൺ എടുക്കുക. ക്ലിക്ക് ദ സേവ് ബട്ടൺ ഓൺ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലിക്ക് ദ സേവ് ബട്ടൺ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എവിടെയുള്ള സേവ് ബട്ടൺ ആണ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ള സേവ് ബട്ടണിൽ അമർത്തുക. അപ്പൊ ആദ്യം എന്തെടുത്തു, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓഫീസ് എടുക്കുക, സേവ് ഓപ്ഷൻ എടുക്കുക, സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, എവിടെയുള്ള സേവ് ബട്ടൺ ആണ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകൂ. ദ സേവ് ആസ് ഡയലോഗ് ബോക്സ് കംസ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സേവ് ആസ് എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് കംസ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ നമുക്ക് സേവ് ആസ് എന്ന ഒരു ഡയലോഗ് ബോക്സ് തെളിയും. അടുത്തത് തേർഡ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 3, സെലക്ട് ദ ഡിസൈർഡ് ഡ്രൈവ് ആൻഡ് ഫോൾഡർ. എന്താണെന്ന് പറഞ്ഞാൽ സെലക്ട് ദ
ഡിസൈർഡ് ഡ്രൈവ് ആൻഡ് ഫോൾഡർ. നമ്മൾക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ സെലക്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ എന്താ നമ്മൾ പറയേണ്ടത്? എന്താണോ നമ്മൾക്ക് ആവശ്യം അതിലേക്ക് എന്ത് ചെയ്യണം? സെലക്ട് ദ ഡിസൈർഡ് ഡ്രൈവ് ആൻഡ് ഫോൾഡർ. സ്റ്റെപ്പ് നമ്പർ 4, ഇൻ ദ ഫയൽ നെയിം ടെക്സ്റ്റ് ബോക്സ് ടൈപ്പ് ദ ഫയൽ നെയിം. നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ നെയിം ആണ് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണത് ഫയൽ നെയിം. അപ്പൊ ഫയൽ നെയിം എടുക്കുക. ടെക്സ്റ്റ് ബോക്സിൽ നിന്നും എന്ത് ചെയ്യണം? ഫയൽ നെയിം എടുക്കുക. ടൈപ്പ് ദ ഫയൽ നെയിം. അപ്പൊ ഫയലിന്റെ നെയിം ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 5, ക്ലിക്ക് ദ സേവ് ബട്ടൺ. എന്നിട്ട് എന്ത് ചെയ്യണം? സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും ആയാലാണ് നമ്മൾ ഒരു ഡോക്യുമെന്റിനെ സേവ് ചെയ്ത് നിർത്താൻ സാധിക്കുക. മനസ്സിലായോ? അപ്പോൾ 5 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം ഓഫീസ് ബട്ടൺ എടുത്തു, സേവ് ഓപ്ഷൻ എടുത്തു, പിന്നെ സേവ് ബട്ടൺ എടുത്തു, പിന്നെ എന്ത് ചെയ്തു? സേവ് ആസ് എന്നുള്ളത് നമുക്ക് തെളിഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ആവശ്യം ഡ്രൈവ് ആയിട്ടുള്ള ഫോൾഡർ എടുത്തു, പിന്നെ എന്ത് ചെയ്യണം? ഫയൽ നെയിം കൊടുത്തു, പിന്നെ സേവ് ബട്ടണിലേക്ക് അമർത്തി. ഇനി ഓപ്പണിംഗ് എ ഡോക്യുമെന്റ്. എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്? ദ സ്റ്റെപ്പ് ടു ഓപ്പൺ ഓൾറെഡി സേവ് ഡോക്യുമെന്റ് ആർ ആസ് ഫോളോസ്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് എന്ത് ചെയ്യുക? ഓപ്പൺ ആക്കുക. സ്റ്റെപ്പ് നമ്പർ 1, ക്ലിക്ക് ദ ഓഫീസ് ബട്ടൺ ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ മെനു. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഓഫീസ് ബട്ടൺ അമർത്തുക, ക്ലിക്ക് ചെയ്യുക. ഓഫീസ് ബട്ടൺ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സേവിംഗ് ഡോക്യുമെന്റിൽ ആദ്യം എന്താ എടുത്തത്? ഓഫീസ് ബട്ടൺ ആണ്. ഇതിലും എന്താ ഫസ്റ്റ് എടുക്കേണ്ടത്? ഓഫീസ് ബട്ടൺ ആണ്. ആൻഡ് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ മെനു, ഡ്രോപ്പ് ഡൗൺ മെനുവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓഫീസ് ബട്ടൺ എടുക്കണം. ആൻഡ് ക്ലിക്ക് ദ ഓപ്പൺ കമാൻഡ്. അതിലുള്ള ഓപ്പൺ എഴുതിയിട്ടുള്ള കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? നമ്മൾ അവിടെ സേവ് ആയപ്പോൾ സേവ് എന്നുള്ള കണ്ടിൽ അമർത്തി ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ എന്ന കമാൻഡിൽ അമർത്തണം. സെക്കൻഡ് സ്റ്റെപ്പ്, ദ ഓപ്പൺ ഡയലോഗ് ബോക്സ് ഈസ് ഡിസ്പ്ലേസ്ഡ്. അപ്പൊ എന്ത് ചെയ്യും? ഓപ്പൺ എന്നുള്ള ഡയലോഗ് ബോക്സ് എന്ത് ചെയ്യുന്നു? കാണുന്നു. മനസ്സിലായോ? ഓപ്പൺ എന്ന് എഴുതിയിട്ടുള്ള ഡയലോഗ് ബോക്സ് കാണുന്നു. സ്റ്റെപ്പ് നമ്പർ 3, സെലക്ട് ദ ഡിസൈർഡ് ഡ്രൈവ് ഫോൾഡർ ആൻഡ് ദ ഫയൽ. ഇനി സ്റ്റെപ്പ് നമ്പർ 3 ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ സെലക്ട് ദ ഡിസൈർഡ് ഡ്രൈവ് ആൻഡ് ഫോൾഡർ ആൻഡ് ഫയൽ. നമ്മൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ള ഡ്രൈവും, ഫോൾഡർ ആണെങ്കിൽ ഫോൾഡർ, ഫയൽ ആണെങ്കിൽ ഫയൽ, ഏതാണോ ഓപ്പൺ ചെയ്യേണ്ടത് അത് നമ്മൾ എടുക്കുക. മനസ്സിലായോ? ഡ്രൈവ് ആണോ, ഫോൾഡർ ആണോ, ഫയൽ ആണോ, ഇതിലത്തെ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക. സ്റ്റെപ്പ് നമ്പർ 4, ക്ലിക്ക് ദ ഓപ്പൺ ബട്ടൺ. അപ്പൊ എന്ത് ചെയ്യണം? ലാസ്റ്റ് ക്ലിക്ക് ദ ഓപ്പൺ ബട്ടൺ. ലാസ്റ്റ് ഓപ്പൺ ബട്ടണിൽ അമർത്തുമ്പോൾ അതെന്ത് ചെയ്യുന്നു? തുറന്ന് വരുന്നു. ഓക്കെ, അപ്പൊ അത് 4 സ്റ്റെപ്പാണ് ഓപ്പണിംഗ് എ ഡോക്യുമെന്റ്. ഇനി അടുത്ത നോക്കൂ, ക്ലോസിംഗ് എ ഡോക്യുമെന്റ്. ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്പ് 4 പഠിച്ചു. ഇനി അതിനെ ക്ലോസ് ചെയ്യാണെങ്കിൽ എന്ത് സ്റ്റെപ്പാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് എ മസ്റ്റ് ടു ക്ലോസ് എ ഡോക്യുമെന്റ് ആഫ്റ്റർ ഫിനിഷിംഗ് അവർ വർക്ക്. നമ്മുടെ ആവശ്യമുള്ള പണികളെല്ലാം കഴിഞ്ഞു, അത്യാവശ്യമായിട്ടുള്ള പണികളെല്ലാം കഴിഞ്ഞെങ്കിൽ ഇനി അതിനെന്ത് ചെയ്ത് വെക്കണം? നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണം. To close the open file, click the office button. എല്ലാറ്റിലും ഫസ്റ്റിൽ പോണത് എവിടേക്കാണ്? ഓഫീസ് ബട്ടണിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോൾ ആദ്യം സേവിലാണെങ്കിലും പിന്നെന്താണ് ഓപ്പൺ ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് പോയത് എവിടെയാ? ഓഫീസ് ബട്ടൺ. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും നമ്മൾ ഫസ്റ്റ് പോകുന്നത് എവിടേക്കാണ്? ഓഫീസ് ബട്ടൺ. ആൻഡ് ദെൻ ക്ലിക്ക് ദ ക്ലോസ് ഓപ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലോസ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്ലോസ് ചെയ്യാനാണെങ്കിൽ ക്ലോസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. If you try to close the document without saving it, Word prompt you to save it. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ if you try to close a document without saving it, നമ്മൾ എന്ത് ചെയ്യണം? if you try to close a document, സേവ് ചെയ്യാനല്ല ക്ലോസ് ചെയ്യാനാണ് എങ്കിൽ Word prompt you to save it. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കതിന് വേർഡ് പ്രോംപ്റ്റ് വേർഡ് വരും. മനസ്സിലായോ? അതിന് അപ്പോൾ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓഫീസ് ബട്ടൺ പോവാം, ക്ലോസ് ഓപ്ഷൻ എടുക്കാം.